2020 ഓഗസ്റ്റ് 7 കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനാപകടത്തിന് 6 വർഷം തികയുന്ന സാഹചര്യത്തിൽ കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. അപകടം അന്വേഷിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ അപകട കാരണം പ്രധാനമായും പൈലറ്റിന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം 1 മാസത്തിനകം തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിന് പിന്നാലെ കരിപ്പൂരിലെത്തിയ കേന്ദ്ര വ്യോമയാന മന്ത്രി വലിയ വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് മുമ്പ് സർവീസ് നടത്തിയിരുന്ന എമിറേറ്റ്സും സൗദി എയർലൈൻസും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം സർവീസ് പുനരാരംഭിക്കാൻ സന്നദ്ധ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ലെന്ന് MDC ചൂണ്ടിക്കാട്ടി. വലിയ വിമാന സർവീസ് ഇല്ലാത്തത് ഗൾഫ് മേഖലയിലേക്കുള്ള യാത്രക്കാർ, ഹജ്ജ് തീർത്ഥാടകർ, കാർഗോ കയറ്റുമതി ഇറക്കുമതിക്കാർ, വിനോദസഞ്ചാരികൾ, ചികിത്സയ്ക്കായി യാത്ര ചെയ്യുന്നവർ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും ഇത് മലബാറിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാണെന്നും സംഘടന വിലയിരുത്തി. വലിയ വിമാനം ഇറക്കുന്ന ആവശ്യമായ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ വലിയ വിമാന സർവീസുകൾ DGCA എത്രയും വേഗം അനുമതി നൽകണമെന്ന് MDC ആവശ്യപ്പെട്ടു. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റും എയർപോർട്ട് ഉപദേശക സമിതി അംഗവുമായ ഷെവിലിയർ CE ചാക്കുണ്ണി, സീനിയർ വൈസ് പ്രസിഡന്റായ A ശിവശങ്കരൻ, രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് എന്നിവർ ചേർന്നാണ് ആവശ്യമുന്നയിച്ചത്. എയർപോർട്ട് ഉപദേശക സമിതിയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് വിഷയം വിലയിരുത്തുകയും വലിയ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട ഏജൻസികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുമെന്ന് കേരള മുഖ്യമന്ത്രി, സംസ്ഥാന ഗതാഗത മന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള MPമാർ എന്നിവർ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ആഗസ്റ്റ് 7, 2020 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന അപകടം സംഭവിച്ച് 6 വർഷം തികയുന്നു. അധികാരികൾ ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് അത് പൈലറ്റിന്റെ മനഃപൂർവ്വമല്ലാത്ത പിഴവാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട വ്യോമയാന മന്ത്രിയും താമസിക്കാതെ തന്നെ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയതും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ അവിടെ നിന്ന് വലിയ വിമാന സർവീസ് നടത്തിയിരുന്ന എമിറേറ്റ്സ്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അവരുടെ വിദഗ്ധ എഞ്ചിനുമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുന്ന ശേഷം പുനരാരംഭിക്കാൻ അനുമതി തേടി വർഷങ്ങൾ പിന്നിടുകയാണ്. ഇതുമൂലം പ്രവാസികളും കരിപ്പൂർ വിമാനത്താവള ഉപയോക്താക്കളും കാർഗോ കയറ്റുന്നവർ വളരെ ബുദ്ധിമുട്ടിലാണ്. റൺവേയുടെ പണി ഏറെക്കുറെ പുരോഗമിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ബന്ധപ്പെട്ടവർ പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ കേരള മുഖ്യമന്ത്രി, കേരളത്തിലെ മന്ത്രിയായ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ, കേരളത്തിലെ ലോകസഭ, രാജ്യസഭ അംഗങ്ങൾ, എയർപോർട്ട് ഉപദേശസമിതി അടിയന്തര വിലയിരുത്തി സമ്മർദ്ദം ചെലുത്തി യാത്രക്കാരുടെ വിരുദ്ധ നിന്നും കയറ്റുവാൻ അറുതി വരുത്തണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾക്ക് അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനും ഉള്ളത്.